ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നിന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ഹെഡ് ഓഫ് ഫൈനാൻസ് ആയ രാധാകൃഷ്ണൻ ഉണ്ണി ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ ഒരു ഉച്ചകോടിയെ താങ്കൾ എങ്ങനെ കാണുന്നു? വലിയൊരു അവസരമല്ലേ ഇത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല അവസരമാണ്. കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ വരുന്നതിന് മുൻപ് നമ്മൾ അവസരങ്ങൾ തേടി പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ അവസരങ്ങൾ നമ്മളെ തേടി എത്തുകയാണ്. ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മുടെ കൈകളിലുണ്ട്. പ്രത്യേകിച്ചും കേരളം പോലൊരു ഒരു സംസ്ഥാനത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ പറയും ഈ ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന സംഭവം ഈ നടക്കുന്നത് കറക്റ്റായിട്ടുള്ള ടൈമിൽ തന്നെയാണ്. ഇപ്പോൾ പലരും കേരളത്തിലോട്ടൊന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. അപ്പം ഈ ഇൻവെസ്റ്റ് കേരള ഈ സമയത്ത് നടത്തിക്കൊണ്ടിട്ട് നമ്മുടെ കേരള സർക്കാരിന് വളരെയധികം പുരോഗതി ഇതുകൊണ്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ വസിക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ പൊതുവേ ബിസിനസ്സിന് ഒരു ബുദ്ധിമുട്ടുള്ള സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞൊരു പ്രചാരണം കേരളത്തിന് കേരളത്തിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. എങ്കിലും പക്ഷേ അതൊന്നും അല്ല യാഥാർത്ഥ്യം എന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് തികച്ചും മികവുറ്റ ഒരു ഭരണ സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടിട്ടും എത്രയും കാര്യക്ഷമമായി കാര്യങ്ങൾ മുമ്പോട്ടും പോകുന്നത് കൊണ്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലും തീരുമാനമെടുത്ത് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡർ എന്ന നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആശാവഹമായ കാര്യമാണ്. പിന്നെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പം ഇൻഡസ്ട്രി കനോട്ട് ലീവ് വിത്തൗട്ട് എഡ്യൂക്കേഷൻ. അപ്പം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രി ഉള്ളൂ, ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു സംവിധാനം ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിലുള്ള റോള് ഭയങ്കര പ്രധാനമായിട്ട് ഞാൻ കരുതുന്നു. രാജ്യത്ത് തന്നെ ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. താങ്കൾ നേരത്തെ പറഞ്ഞു വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല കേരളത്തിൽ നിന്നുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ തള്ളിക്കളയുന്ന ഒന്നുകൂടിയല്ലേ ഈ ഒരു ഉച്ചകോടിയിലെ പങ്കാളിത്തം? തീർച്ചയായിട്ടും ഈ ഉച്ചകോടിയിൽ ഇവിടെ നടക്കുന്ന ആൾക്കാരുടെ ഈ ഹോൾ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ആ പഴയ കൺസെപ്റ്റ് അല്ലെങ്കിൽ ജനങ്ങൾ എന്താണോ പണ്ട് തീരുമാനിച്ചത് അതൊക്കെ ഇപ്പം മാറുകയാണ്. ഒരു മാറ്റത്തിൻ്റെ ശംഖുലി മുഴങ്ങുകയാണ്, അല്ലെങ്കിൽ മാറ്റത്തിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ പറയുന്നത് ബി ദ ചേഞ്ച് ബി ദ ഫ്യൂച്ചർ. നമ്മളെപ്പോഴും ചേഞ്ച് ആഗ്രഹിക്കുന്നു, മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും റൈറ്റ് ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. ഈ ഉച്ചകോടിക്ക് ശേഷം താങ്കളുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടവും വലിയൊരു പദ്ധതികൾ കൂടി ആവിഷ്കരിക്കാനും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയുമെന്ന് താങ്കൾ വിചാരിക്കുന്നു? തീർച്ചയായിട്ടും കുറേ അധികം നിർദ്ദേശങ്ങളും പ്ലാനുകളും ഒക്കെ ആയിട്ട് നമ്മളോട് വന്നിരിക്കുന്നത്. അതേപ്പറ്റി നിലവിൽ ഇപ്പോൾ പറയുന്നില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. തൽക്കാലം ഇത്രയുമേ പറയുന്നുള്ളൂ. വളരെ ആശാവഹമായ കുറേ അധികം പ്ലാനുകളും പ്രൊജക്റ്റുകളുമായിട്ടാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. വളരെ പ്രതീക്ഷ മുൻപോട്ടേക്കുണ്ട്. സംസ്ഥാനത്ത് വ്യവസായ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ നിലവിൽ മെച്ചപ്പെട്ട് നിൽക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെടുത്താൻ സജീവമായ നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിൽ കുറേ കൂടെ കരുത്തു പകരും ഈ ഉച്ചകോടി, അല്ലേ? തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിയുടെ ഏറ്റവും നാഴികക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ വളരെയധികം മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ എവിടെ നോക്കിയാൽ നമുക്ക് പുരോഗതി കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നമ്മൾ കൃത്യമായ ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇതിങ്ങനെ മുൻപോട്ട് എല്ലാ വർഷവും തുടർന്ന് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്കെല്ലാവർക്കും വേണ്ടത് എന്താണ്? പുരോഗതി പ്രാപിച്ച ഒരു രാജ്യം. നമ്മളെല്ലാവരും നോക്കുന്നതല്ലേ. എല്ലാവർക്കും അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് രാജ്യം പുരോഗതി പ്രാപിക്കണം. അത് ഏത് പാർട്ടിയുമായിട്ട് XYZ ഏത് പാർട്ടിയുമായിക്കോട്ടെ രാജ്യത്തിന് പുരോഗതി വേണമെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനത്തെ കുറച്ച് നേതൃത്വം വേണം. ആ നേതൃത്വ നിര ഭംഗിയായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ കുറച്ച് പുരോഗതി കിട്ടുള്ളൂ. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്.